ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട് മിസ്. അപ്പോൾ വെൽക്കം ടു ഉണ്ട് മിസ്. നമ്മൾ മൊഡ്യൂൾ നമ്പർ 8, നമ്മുടെ 8 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പെഡഗോജിക്കൽ സെക്ഷൻ ആണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മുടെ സിലബസിനകത്ത് വളരെ കുറച്ച് ടോപ്പിക്സ് ആണ് അവർ നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അതിലേറെ പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 1-2 ടോപ്പിക്സ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ക്ലാസ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു റിവിഷനാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമുക്കൊരു ഇതിലേക്ക് കിടക്കാം. ഇതില് ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം ആണ് നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അതില് കൺസ്ട്രക്റ്റിവിസം ഓൾറെഡി മരിയ മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. നെക്സ്റ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്കിൽസ് ആൻഡ് സബ് സ്കിൽസ് ഓഫ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലേ? ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? കണ്ടു മിസ്. അപ്പൊ അതിനകത്ത് വരുന്ന LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അതായത് നമ്മുടെ ലിസണിങ്ങിൽ നിന്നാണ് നമ്മുടെ ലാംഗ്വേജ് സ്കില്ലിന്റെ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊരു സ്റ്റുഡന്റും ഏതൊരു കുട്ടിയും ആദ്യമായി പഠിക്കുന്നത് ലിസണിങ് എന്ന് പറയുന്ന ആസ്പെക്ട് ആണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. ദെൻ കം ടു സ്പീക്കിംഗ്, ദെൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ് റൈറ്റിംഗ് ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അവർ പഠിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു വെരി ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ സ്കില്ലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. ലിസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളെ കേട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് ലിസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹിയറിംഗിലൂടെ നമ്മളൊരു മെസ്സേജ് പെർസീവ് ചെയ്ത് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ലിസണിങ് എന്ന് പറയുന്നത്. രണ്ടും ഡിഫറെന്റ് ആണ്. എങ്ങനെ രണ്ടും ഡിഫറെന്റ്? ലിസണിങ് എന്നാൽ ഹിയറിംഗ് എന്നാൽ നമ്മൾ കേൾക്കുക മാത്രമേ ഉള്ളൂ. ലിസണിങ്ങിൽ നമ്മളിത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൂടി അതിന്റെ ഒരു ഭാഗമായിട്ട് വരും. ലിസണിങ് ഒരു റിസെപ്റ്റീവ് സ്കില്ലാണ്. ലിസണിങ്ങിന്റെ 3 സ്റ്റേജസ് ആണ്: പ്രോസസിങ്, ഇവാലുവേറ്റിംഗ്. ഓക്കെ. അപ്പോൾ ലിസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിറ്ററി മെക്കാനിസം ആണ്. ഒരു സൗണ്ട് അല്ലെങ്കിൽ ഒരു സൗണ്ട് സീക്വൻസ് നമ്മൾ കേട്ടതിന് ശേഷം അതിനെ ഇന്റർപ്രിറ്റ് ചെയ്ത് ആ മീനിങ് മനസ്സിലാക്കി എടുക്കുന്ന രീതിയാണ് ലിസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ടൈപ്സ് ഓഫ് ലിസണിങ് ഉണ്ട്. ഡിസ്ക്രിമിനേറ്റീവ് ലിസണിങ്ങും ഉണ്ട്, കോംപ്രിഹെൻസീവ് ലിസണിങ്ങും ഉണ്ട്. നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഡെവലപ്ഡ് ആകുന്നത് ഡിസ്ക്രിമിനേറ്റീവ് ലിസണിങ് ആണ്. അത് വെരി 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 ഏർലി ഏജിലാണ് നമുക്ക് ഈ ഒരു സ്കില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് ലിസണിങ്. ലിസണിങ്ങിന്റെ ഏറ്റവും ബേസിക് ലെവലാണ് ഈ ഡിസ്ക്രിമിനേറ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മീനിങ് ഓഫ് ദ വേർഡ്സ്. അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആസ്പെക്ട് വരുന്നില്ല. ഡിസ്ക്രിമിനേറ്റീവ് ലിസണിങ്ങിനകത്ത് അണ്ടർസ്റ്റാൻഡിങ് ആസ്പെക്റ്റുകൾ വരുന്നില്ല. മിയർലി നമ്മൾ കുറെ സൗണ്ടുകൾ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോംപ്രിഹെൻസീവ് ലിസണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിമിനേറ്റീവ് ലിസണിങ്ങിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് കോംപ്രിഹെൻസീവ് ലിസണിങ് എന്ന് പറയുന്നത്. കോംപ്രിഹെൻഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്, അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുവാണ്. അവിടെ പ്രോപ്പറായിട്ട് ഈ ഒരു കാര്യത്തിലേക്ക്, കോംപ്രിഹെൻസീവ് ലിസണിങ്ങിലേക്ക് ആ ഒരു വ്യക്തി എത്തണമെങ്കിൽ അയാളുടെ വൊക്കാബുലറിയും ലാംഗ്വേജ് സ്കിൽസും എല്ലാം തന്നെ ഡെവലപ്ഡ് ആയിട്ട് ഉണ്ടാവണം. ഇനി നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ബാരിയേഴ്സ് അഫക്റ്റിംഗ് ലിസണിങ്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ലാംഗ്വേജ് ബുദ്ധിമുട്ടാണെങ്കിൽ, വല്ലാത്ത നോയ്സി എൻവയോൺമെന്റ് ആണെങ്കിൽ, നമ്മൾ ഫിസിക്കലിയും അല്ലെങ്കിൽ മെന്റലിയും നമ്മൾ ഓക്കെ അല്ലെങ്കിലൊക്കെ നമുക്ക് പറയുന്നത് കേൾക്കാൻ, പറയുന്ന വ്യക്തിയോടുള്ള നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ പലപ്പോഴും ലിസണിങ്ങിന്റെ ബാരിയേഴ്സ് ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഒരു നല്ല ലിസണർ ആണെങ്കിൽ അയാളുടെ മുന്നിലുള്ള എല്ലാ ബാരിയേഴ്സിനെയും ഓവർകം ചെയ്തിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് ക്ലാസ്സസ് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ. ലിസണിങ് ക്ലിയർ ആയോ? യെസ് മിസ്. നമ്മുടെ സ്പീക്കിംഗ് എന്ന് പറയുന്നത് അടുത്ത ഒരു ലെവലാണ്. സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന രീതിയാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്.
അതില് നമുക്കതിന് ആ ഒരു സ്കില്ല് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് നല്ല ഫ്ലുവൻസി ഉണ്ടാവണം, നല്ല വൊക്കാബുലറി ഉണ്ടാവണം, നല്ല ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ നമുക്ക് ഉണ്ടാവണം, നല്ലൊരു പ്രൊനൗൺസിയേഷൻ സ്റ്റൈല് നമുക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഗ്രാജുവലി ഈ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വൊക്കാബുലറിയും ഫ്ലുവൻസിയും ഗ്രാമറും പ്രൊനൗൺസിയേഷനും ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ഏറെ ആവശ്യമുള്ള ഒരു സ്കില്ലാണ് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. നന്നായി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു കഴിവിന് ഉദാഹരണമായിട്ടുള്ള കാര്യമാണ്. അത് ഒരുപാട് കോൺഫ്ലിക്റ്റുകളെ കുറയ്ക്കാനും നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. നമുക്ക് ഡേ ടു ഡേ ലൈഫിലും ഒരുപാട് ആവശ്യമുള്ള ഒരു സ്കില്ലാണ് ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ലിസണിങ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് സ്പീക്കിംഗ്, പാർഷ്യലി ഇന്ററാക്റ്റീവ് സ്പീക്കിംഗ് ആൻഡ് നോൺ ഇന്ററാക്റ്റീവ് സ്പീക്കിംഗ്. ഇന്ററാക്റ്റീവ് സ്പീക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഉണ്ട്. പിന്നെ ടെലിഫോൺ കോൺവെർസേഷനും എന്താ പറയുക, ഓൾട്ടർനേറ്റ് സ്വിച്ച് ചെയ്ത് ഇങ്ങനെ പോകും. പാർഷ്യലി ഇന്ററാക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ക്രൗഡിനെ അഡ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് നമുക്ക് ഇന്ന് പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ അവിടെ ഒരു ഇന്ററാക്ഷൻ കുറവായിരിക്കും, എന്നാലും വി ഗെറ്റ് എ ചാൻസ് ടു ഇന്ററാക്ട്. ദെൻ നോൺ ഇന്ററാക്റ്റീവ് ആണെങ്കിൽ ഫ്യൂ സ്പീക്കിംഗ് സിറ്റുവേഷൻസ് ക്യാൻ ബി ടോട്ടലി നോൺ ഇന്ററാക്റ്റീവ്. അതായത് നമ്മൾ ഒരു റേഡിയോയിലൊക്കെ നമ്മളൊരു ഒരു പ്രസംഗം നമ്മൾ കേൾക്കുവാണെങ്കിൽ ദർ ഇസ് നോ സ്പേസ് ടു ഇന്ററാക്ട് വിത്ത് ദറ്റ് സ്പീക്കർ. നമുക്ക് ആ ഒരു സ്പീക്കറുമായി ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരവും അവിടെ ഉണ്ടായിന്ന് വരത്തില്ല. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ഒരു സ്കില്ലാണ് റീഡിംഗ് സ്കിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ബേക്കൺ പറഞ്ഞിട്ടുള്ള പോലെ റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ. അപ്പോൾ അത്രമേൽ നല്ലൊരു കാര്യമാണ് വായന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ വളരെ ചെറുപ്പം തൊട്ടേ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ് വായന. പല ടൈപ്പ് ഓഫ് റീഡിംഗ് ഉണ്ട്. ലൗഡ് റീഡിംഗ് ഉണ്ട്, സൈലന്റ് റീഡിംഗ് ഉണ്ട്, ഇന്റൻസീവ് ആയിട്ടുള്ള റീഡിംഗ് ഉണ്ട്, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റീഡിംഗ് ഉണ്ട്, സ്കിമ്മിങ്ങും ഉണ്ട്, സ്കാനിങ്ങും ഉണ്ട്. പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ സ്കിമ്മിങ്ങും സ്കാനിങ്ങുമാണ്. സ്കിമ്മിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാൻസ്, ഒറ്റ നോട്ടത്തിൽ ദ റീഡർ ഗ്ലാൻസ് ടു ടെക്സ്റ്റ് മെറ്റീരിയൽ ടു ഗെറ്റ് എ ജനറൽ ഐഡിയ, ഒരു ജിസ്റ്റ്, അതിനെ കുറിച്ചുള്ള ഒരു വെരി ബ്രീഫ് ആയിട്ടുള്ള ഒരു സമ്മറി കിട്ടാൻ വേണ്ടി ഒരു ഒറ്റ നോട്ടം നോക്കുന്ന ഒരു രീതിയാണ് സ്കിമ്മിങ് എന്ന് പറഞ്ഞത്. സ്കാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർട്ടിക്കുലർലി ഒരു കാര്യത്തിന് നമ്മൾ അന്വേഷിച്ചു പോകുന്ന രീതിയാണ് സ്കാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 2 എക്സാമ്പിൾസ് ഞാൻ പറയാം. നമ്മളൊരു ടെലിഫോൺ ഡയറക്ടറി എടുത്തിട്ട് അതിൽ നമ്മൾ ഒരാളുടെ ഫോൺ നമ്പർ നോക്കുകയാണെങ്കിൽ അത് സ്കാനിങ് ആണ്. ഡിക്ഷണറി എടുത്തിട്ടും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വേർഡിന്റെ മീനിങ് നോക്കുവാണെങ്കിൽ അത് സ്കാനിങ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിന് വേണ്ടി ഒരു ബുക്ക് റെഫർ ചെയ്യുവാണെങ്കിൽ അത് സ്കാനിങ് ആണ്. എന്നാൽ ലൈബ്രറി പോയതിനു ശേഷം അല്ലെങ്കിൽ ഒരു ബുക്ക് ഷോപ്പിൽ പോയതിനു ശേഷം ഒരു ബുക്ക് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് ആ ബുക്കിന്റെ ബാക്കിൽ ഉള്ള കാര്യത്തെ ജസ്റ്റ് ഒന്ന് നോക്കുന്നതും, അതുപോലെ ഒന്ന് മൊത്തത്തിൽ ആ പേജൊക്കെ ഒന്ന് മറിച്ചു നോക്കുന്നതും നമ്മൾ നോക്കാറുണ്ട്. നമുക്ക് പല ടൈപ്പ് ഓഫ് റീഡിംഗ് സ്കിൽ ആളുകൾക്കുള്ളത്. ചിലർക്ക് ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് വായിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഒരു മീഡിയം ഫോൺ സൈസ് ആയിരിക്കും വായിക്കാൻ പ്രിഫർ ചെയ്യുക. അപ്പൊ നമ്മൾ ആ ബുക്കിന്റെ ഒരു ജസ്റ്റ് നോക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ മൊത്തത്തിൽ ആ പേജൊക്കെ ഒന്ന് മറിച്ചു നോക്കി, ഓക്കെ കൺവീനിയന്റ് ആണ്, പേജ് നമ്പേഴ്സ് ഓക്കെ ആണ്, അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതിയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? യെസ് മിസ്. അടുത്ത റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് റൈറ്റിംഗ് സ്കില്ല്. കാരണം നമുക്ക് റൈറ്റിംഗിന്റെ സബ് സ്കിൽസ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് സെന്റൻസ് കൺസ്ട്രക്ഷൻ, വേർഡ് ചോയ്സ്, ഓർഗനൈസേഷൻ, പാരഗ്രാഫ് കൺസ്ട്രക്ഷൻ, ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് റൈറ്റിംഗ് സ്കില്ല് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത്രമായിരുന്നു നമ്മുടെ ഈ പറഞ്ഞതുപോലെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി ഏതാണ് നമ്മുടെ തേർഡ് ടോപ്പിക്? സിലബസ് ഒന്ന് നോക്കിക്കോട്ടെ. തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷനും ലാംഗ്വേജ് ലേണിംഗുമാണ്. നമ്മൾ എടുത്തിട്ടില്ല, ഞാൻ എടുക്കാം. എന്നാലും ജസ്റ്റ് ഇപ്പോൾ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും പറഞ്ഞേക്കാം. ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ് ആണ്. അൺകോൺഷ്യസ്ലി സംഭവിക്കുന്ന ലാംഗ്വേജിന്റെ ഒരു പ്രാക്ടിക്കൽ നോളജ് ഗെയിനിങ് ആണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ ആയിട്ട് ഒരു കുട്ടി ഗ്രാജുവലി നമ്മൾ പറയുന്നത് കേട്ടിട്ട് അത് കോൺഷ്യസ്ലി ആ കുട്ടി പഠിക്കുന്നതല്ല, അൺകോൺഷ്യസ്ലി ആ കുട്ടി ഗ്രാജുവലി ഒരു നാച്ചുറൽ പ്രോസസ്സ് പോലെ ലാംഗ്വേജ് അക്വിസിറ്റ് ചെയ്യുന്നതാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. എന്നാൽ ലാംഗ്വേജ് ലേണിംഗ് അതൊരു കോൺഷ്യസ് പ്രോസസ് ആണ്. നമ്മൾ ഫ്രഞ്ച് പഠിക്കാൻ പോവാണ്,
നമ്മൾ ലാംഗ്വേജ് അക്വിസിഷനും ലാംഗ്വേജ് ലേണിങ്ങും 2 ലാംഗ്വേജിന്റെ എക്സാമ്പിൾസ് വെച്ച് ഞാൻ പറയാം. നമ്മുടെ മദർ ടങ് എന്ന് പറയുന്നത് മലയാളമാണ്. മലയാളം നമ്മളൊരു നാച്ചുറൽ പ്രോസസ്സ് പോലെ അൺകോൺഷ്യസ്ലി നമ്മൾ പഠിച്ചെടുത്ത ലാംഗ്വേജ് ആണ് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ്. എന്നാൽ നമ്മളിപ്പോ ഒരു ഫ്രഞ്ച് പഠിക്കുകയാണെങ്കിലോ ലാറ്റിൻ പഠിക്കുകയാണെങ്കിലോ ജർമ്മൻ പഠിക്കുകയാണെങ്കിലോ നമ്മുടെ മദർ ടങ് ആണ്. ദാറ്റ്സ് നോട്ട് എ ഗ്രാജുവൽ പ്രോസസ്, ഒരു നാച്ചുറൽ പ്രോസസ്സ് പോലെ അല്ല. നമ്മൾ കോൺഷ്യസ്ലി എഫേർട്ട് ഇട്ട് വളരെ ഗ്രാജുവൽ ആയിട്ട് അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. മലയാളം നമ്മൾ സ്കൂളിൽ ചെന്നതിന് ശേഷമാണ് അതിന്റെ സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ നമ്മൾ പഠിച്ചത്. എന്നാൽ അതിനു മുമ്പേ വളരെ ബേസിക് ആയിട്ട് ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആവശ്യങ്ങൾ പറയാനായിട്ടും ഒക്കെ നമുക്ക് ലാംഗ്വേജ് അറിയായിരുന്നു. അപ്പൊ അതാണ് ലാംഗ്വേജ് അക്വിസിഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ലാംഗ്വേജ് ലേണിംഗ്. ക്ലിയർ ആയോ? Yes, miss. Yes, miss. ഇനി നമുക്ക് കുറച്ച് ഞാൻ ഇവാലുവേഷനും ഡിസോർഡറും കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ട് മറ്റൊരു നോട്ടും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ നമുക്ക് സിലബസിനകത്തും പഠിക്കാനുണ്ടായിരുന്നു ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകണമെങ്കിൽ നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് കംപ്ലീറ്റ് ആകണമെങ്കിൽ നമ്മളത് കുട്ടി പഠിച്ചോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനോട് അല്ലെങ്കിൽ എഡ്യൂക്കേഷനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നമുക്കിപ്പോൾ ക്ലാസ്സിൽ നമ്മൾ പലതരം ഇവാലുവേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻസും മിഡ് ടേം എക്സാമിനേഷൻസും ക്ലാസ് ടെസ്റ്റുകളും അങ്ങനെ പല ഇവാലുവേഷൻ മെത്തേഡ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതെല്ലാം ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ്. കുട്ടി എത്രത്തോളം പെർസീവ് ചെയ്തു, എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചു, നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചോ, ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഓരോ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഈ ഇവാലുവേഷൻ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അത് 2 തരമാണ് ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. അതായത് ഫോർമേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർ ആ ടീച്ചിങ് പ്രോസസ്സിന്റെ ഒപ്പം നടത്തുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അത് ആ കുട്ടിയുടെ ഓരോ സ്റ്റെപ്പിലുമുള്ള പഠന നിലവാരം വിലയിരുത്താനും അവന് ഇനി എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് അവൻ ലൈഫിൽ വരുത്തണം അതെല്ലാം ചെയ്തു കൊടുക്കാനാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് ചെയ്യുന്നത്. എന്നാൽ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു നമ്മൾ എന്താണ് എൻഡ് ഓഫ് ദ ഇയർ നടത്തുന്ന കാര്യമാണ് സമ്മേറ്റീവ് അസസ്മെന്റ്. അത് കൈൻഡ് ഓഫ് എ പ്രൊമോഷനും റാങ്കിങ്ങിനും ഒക്കെ ബേസിസിലാണ് നമ്മൾ കൂടുതലായിട്ടും സമ്മേറ്റീവ് അസസ്മെന്റ് നടത്തുന്നത്. പിന്നെ ഒരു തവണ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം. അത് കുട്ടിയുടെ സ്കോളസ്റ്റിക് ആയിട്ടും നോൺ സ്കോളസ്റ്റിക്സ് ആയിട്ടും, അതായത് അക്കാഡമിക് വൈസ് ആയിട്ടും നോൺ അക്കാഡമിക് വൈസ് ആയിട്ടും ഒരു കുട്ടിയുടെ ഗ്രോത്ത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഉണ്ടാവണം. ഓക്കെ, ഇനി നമ്മുടെ ഈ നോട്ട്സിലുള്ളത് ടീച്ചിങ് എയ്ഡ്സ് ആണ്. ടീച്ചിങ് എയ്ഡ്സ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഒരു ടീച്ചിങ് കൺസെപ്റ്റ് ഏറ്റവും സുഗമമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് എയ്ഡുകളും ടീച്ചിങ് എയ്ഡിന്റെ ഭാഗത്ത് വരും. ഓഡിയോ എയ്ഡ്സ് ഉണ്ട്, വീഡിയോ എയ്ഡ്സ് ഉണ്ട്, വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്. ഓഡിയോ എയ്ഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശബ്ദങ്ങളായിരിക്കും കേൾപ്പിക്കുക. ടെലിഫോൺ, ഗ്രാമഫോൺ, റേഡിയോ, ആരുടെയെങ്കിലും ഒക്കെ പ്രസംഗങ്ങള്, അതിന്റെ എല്ലാം ഓഡിയോ റെക്കോർഡിങ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ കണ്ണിന് കുളിർമ ഏകുന്ന കാര്യങ്ങളാണ്. ബ്ലാക്ക് ബോർഡ്സ്, ചാർട്ട്, പിക്ചേഴ്സ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ്, മാപ്പ്, ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആയിട്ട് വരും. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഓഡിയോസ് ആൻഡ് വീഡിയോസ്. അവിടെ ടെലിവിഷൻ, സിനിമ, ഫിലിംസ് എല്ലാം തന്നെ അതിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം നമ്മൾ അടുത്തൊരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്, ലേണർ ടൈപ്സ് എന്ന്. അതായത് നമ്മുടെ ഒരു സാധിക്കില്ല എന്റെ ക്ലാസ്സിൽ ഓഡിറ്ററി ലേണേഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് എന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കേൾക്കുന്നതാണ് ഇഷ്ടമെന്ന്. കാരണം ഒരു ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്ററി ലേണേഴ്സിന്റെയും വിഷ്വൽ ലേണേഴ്സിന്റെയും കൈനസ്തെറ്റിക് ലേണേഴ്സിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഓക്കെ, ഒരു ക്ലാസ്സിനകത്ത് ഓഡിറ്ററി ലേണേഴ്സും കൈനസ്തെറ്റിക് ലേണേഴ്സും വിഷ്വൽ ലേണേഴ്സും എല്ലാ ടൈപ്പ് ലേണേഴ്സിന്റെയും ഒരു ബ്ലെൻഡ് ആയിരിക്കും ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ചിലപ്പോൾ ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കൂട്ടം ആളുകളും ആ കൺസെപ്റ്റ് ഒന്ന് ബോർഡിൽ എഴുതി കാണിച്ചു കൊടുത്താൽ മനസ്സിലാകുന്ന ആളുകളും ചിലപ്പോൾ ഒരു ആനിമേഷൻ ക്ലിപ്സിലൂടെ മനസ്സിലാകുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ട്. അപ്പോ ആ ക്ലാസ്സിലെ മാക്സിമം കുട്ടികളെ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡാണ് ബൈ യൂസിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ്. അപ്പൊ ലേണർ ടൈപ്സും നമ്മൾ ഈ കൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓഡിറ്ററി ലേണേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ട് പഠിക്കുന്നവരും, കൈനസ്തെറ്റിക് ലേണേഴ്സ് ചെയ്ത് പഠിക്കുന്നവരും, വിഷ്വൽ ലേണേഴ്സ് കണ്ടു പഠിക്കുന്നവരും ആയിരിക്കും. ദെൻ ഡിസേബിലിറ്റീസ്, അത് നിങ്ങൾ നോക്കണം കേട്ടോ. അത് ഉറപ്പായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഏരിയ ആണ് ഡിസേബിലിറ്റീസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. പ്രധാനപ്പെട്ട ഡിസേബിലിറ്റീസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഡിസ്ലെക്സിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡിങ്ങിലുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ലെക്സിയ. ഡിസ്ഗ്രാഫിയ റൈറ്റിങ്ങിലെ ബുദ്ധിമുട്ടാണ്. ഡിസ്കാൽക്കുലിയ മാത്തമാറ്റിക്സിലുള്ള ബുദ്ധിമുട്ടാണ്. ഡിസ്പ്രാക്സിയ ഫിസിക്കൽ ടാസ്ക് ചെയ്യാനും മോട്ടോർ സ്കിൽസ് ചെയ്യാനും ഉള്ള ബുദ്ധിമുട്ടാണ്. അപ്പാഷ്യ ഒരു ലാംഗ്വേജ് ഇമ്പയർമെന്റ് ആണ്. ബ്രെയിൻ ഡാമേജ് ഒക്കെ മൂലം അവർക്ക് സംസാരിക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഉള്ള ഒരു കണക്ഷൻ ലോസ് ആകുന്ന ഒരു രീതിയാണ് അപ്പാഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഡിസ്മോർഫിയ ഉണ്ട്, അതൊരു സൈക്കോസിസ് ആണ്. അത് കുട്ടി ചില കാര്യങ്ങളോടും അല്ലെങ്കിൽ അത് നമുക്കൊരു ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും അവരുടെ ചില ഓർഗൻസും ചിലപ്പോൾ ഈ കൈയോ കാലോ അവിടെ എന്തെങ്കിലും ചെറിയ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരുടെ ലേണിങ്ങിനെ എഫക്ട് ചെയ്തേക്കാം. ഓക്കെ, അതായത് എല്ലാ രീതിക്കും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളെക്കാൾ കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ സ്റ്റഡീസിന് അവരെ പറ്റായിക വരാം. ഒരു പ്രോപ്പർ ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോപ്പർ ലേണിംഗ് ഡിസോർഡർ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അവർക്ക് ഫിസിക്കൽ കണ്ടീഷൻസ് മൂലം വന്നിട്ടുള്ള ചെറിയ രീതിക്കുള്ള ഒരു ലേണിംഗ് ഡിസബിലിറ്റിയും കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ ഉള്ളത് NCF KCF ഓൺ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. പിന്നെ ഉള്ളത് ടീച്ചിങ് ഓഫ് പ്രോസ് പോയട്രി ആൻഡ് ഗ്രാമർ. അത് നമുക്കിപ്പോ തന്നെ തീർക്കാം. ഒന്ന് നോട്ട് ഷെയർ ചെയ്ത് തരാം കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇതില് ടീച്ചിങ് ഓഫ് പ്രോസ് പോയിട്രി ആൻഡ് ഡ്രാമയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാം പോയിട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പദ്യരൂപത്തിൽ എഴുതുന്നതാണ്. പ്രോസ് എന്ന് പറഞ്ഞാൽ ഗദ്യരൂപമാണ്. ആൻഡ് ഡ്രാമ എന്ന് പറയുന്നത് റിട്ടൺ സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ ചില പോയത്തിന് മാത്രമേ ഒരു റൈം ഉണ്ടാവുള്ളൂ, ചിലതിന് റൈംസ് ഉണ്ടാവുകയില്ല, ചിലത് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവും, സ്റ്റാൻസ ഉണ്ടാവും, ചിലതിന് റിതം, മീറ്റർ, മ്യൂസിക്കൽ ഫിഗേഴ്സ്, ഫിഗറേറ്റീവ് ലാംഗ്വേജ് എല്ലാം ഉണ്ടാവും. ചിലതിന് അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പ്രോസ് സംതിങ് ഓപ്പോസിറ്റ് ടു പോയട്രി ആണ്. കാരണം ഇവിടെ പ്രോസില് സ്റ്റാൻസാസും അതുപോലെ ലൈൻസും ആണെങ്കിൽ പ്രോസിനകത്ത് സെന്റൻസസും പാരഗ്രാഫ്സും ഒക്കെ ആയിരിക്കും. പിന്നെ പോയട്രിയിൽ കുറേം കൂടി ഒരു ഇറഗുലർ പാറ്റേൺ ഓഫ് റൈറ്റിംഗ് ഉണ്ടാവുക. എന്നാൽ പ്രോസിൽ അങ്ങനെ ആയിരിക്കത്തില്ല, ഒരു റെഗുലർ പാറ്റേൺ ഓഫ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടാകും. എക്സാമ്പിൾ ആണ് ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, ആർട്ടിക്കിൾസ്, എസ്സേസ് ഒക്കെ. ഡ്രാമയാണെങ്കിൽ പോയട്രിക്ക് റൈം, പ്രോസിന് പാരഗ്രാഫ് ആണെങ്കിൽ ഇവിടെ ഒരു ആക്ട് വൈസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയട്രി പഠിപ്പിക്കാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈണത്തിലും താളത്തിലും ഇത് പാടി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള പല മലയാളം കവിതകളും നമ്മൾക്ക് അറിയുന്നത് നമ്മൾ ഓർത്തിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് ഒരു ട്യൂണിൽ നമുക്ക് പാടിത്തരുന്ന രീതിയാണ്. പക്ഷെ നമുക്ക് അത് ക്ലാസ്സിൽ നമ്മൾ എന്താ പറയാ അവരെ കൊണ്ട് ഒരു ടീച്ചർ പാടുന്നതിനേക്കാൾ നല്ലതായിരിക്കും ചൊല്ലിക്കൊടുക്കുന്നത്. എന്നാൽ പ്രോസ് ആണെങ്കിൽ അതൊന്ന് വായിച്ച് നറേറ്റ് ചെയ്യുന്നതിലായിരിക്കും രസം ഉണ്ടാവുക. ഡ്രാമയാണെങ്കിൽ അതൊരു പെർഫോമൻസ് ആയിട്ട് ഒരു ആക്ട് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും ഇതുണ്ടാവുക. അതാണ് ഇതിന്റെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡ്രാമയ്ക്കൊപ്പം നമുക്ക് ഗ്രാമറും കൂടെ നോക്കാനുണ്ട്. ഗ്രാമർ ആണെങ്കിൽ നമ്മളെ പെർഫെക്റ്റ്ലി അവരെ നമുക്ക് ത്രൂ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് കുറെ എക്സാമ്പിൾസ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കുറെ എക്സാമ്പിൾസ് കാണിച്ചു കൊടുത്തിട്ട് ആ എക്സാമ്പിൾസിൽ നിന്നും അവർ അതിന്റെ റൂള് ഫോം ചെയ്യുവാണെങ്കിൽ അവർ ഒരിക്കലും അത് മറന്നു പോകത്തില്ല. ഇനി നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും കൂടെ നോക്കിയേക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓഡിയോ ലിംഗ്വൽ മെത്തേഡും കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചുമാണ്. എന്തായിരിക്കും ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്? നിങ്ങൾ പഠിച്ചതല്ലേ? ആഹാഹാ! ഞാനിങ്ങനെ തത്ത മൈന എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. നിങ്ങളൊന്നും പറയുന്നില്ല? ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് നിങ്ങൾക്ക് കേൾക്കാൻ പാടില്ലേ ഞാൻ പറയുന്നത്? ഓക്കെ, മെമ്മറൈസേഷൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. മെമ്മറൈസേഷൻ ആണോ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്? ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ കൂടുതലായിട്ടും ഡയലോഗ് രൂപേണയായിരിക്കും നമ്മൾ ലാംഗ്വേജ് പ്രസന്റ് ചെയ്യുക. കൂടുതലും ഡ്രില്ലും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുക. അവർക്ക് മാക്സിമം ലാംഗ്വേജ് ട്രെയിൻ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ മെത്തേഡിന്റെ മറ്റൊരു പേരാണ് ആർമി മെത്തേഡ് എന്ന് പറയുന്നത്. ALM എന്നും വിളിക്കാറുണ്ട്. US വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്താണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. അവിടെ സ്പോക്കൺ ഫോം ആയിരിക്കും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെയാണ് റിട്ടൺ ഫോമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ഉണ്ട്. ഇവിടെ ട്രാൻസ്ലേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓഡിയോ ലിംഗ്വൽ മെത്തേഡിനോട് ചേർന്ന് പോകുന്ന ഒരു രീതിയാണ്. ഒരു കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ട് ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒരു ഡയലോഗ്സ് ഒക്കെ കൊടുത്തിട്ട് അവരെയും കൂടി കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് ഒരു ഡ്രില്ലിംഗ് മെത്തേഡ് ഒക്കെ കൊടുത്ത് നമ്മൾ കൂടുതലായിട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമറിനായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. റീഡിംഗ് മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ക്വാണ്ടിറ്റിക്കും നല്ല ക്വാളിറ്റി റീഡിങ്ങിനും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കും. നല്ലൊരു വൊക്കാബുലറിയും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ, പ്രാക്ടിക്കൽ മെത്തേഡ്, ഡിറക്റ്റ് കോണ്ടാക്ട്, ഫാസ്റ്റ് ഒബ്സർവേഷൻ ഒക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരിക. ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ആണെങ്കിൽ കുറെ ആക്ടിവിറ്റിക്കും അതേപോലെ സയന്റിഫിക്കും ആയിരിക്കും. കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ ഒക്കെ കൊടുക്കും. കോഗ്നിറ്റീവ് മെത്തഡോളജി ആണെങ്കിൽ ഒരു സീക്വൻഷ്യൽ പ്രസന്റേഷൻ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആണെങ്കിൽ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഗെയിംഫുൾ അറ്റ്മോസ്ഫിയറിലൂടെയൊക്കെ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുക. നാച്ചുറൽ അപ്രോച്ച് ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ അവരെ പഠിപ്പിക്കും. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ലേണിംഗ് ആണെങ്കിൽ വളരെ ഫൺ ആയിട്ട് കുട്ടികൾക്ക് ഒരു റോൾ പ്ലേ ഒക്കെ കൊടുത്ത് കുട്ടികളെയും കൂടി അതിന്റെ ഭാഗമാക്കി നമ്മൾ പഠിപ്പിക്കും. സൈലന്റ് മെത്തേഡ് ആണെങ്കിൽ കുറേയും കൂടി പെരിഫറൽ ലെവൽ ലേണിംഗ് ആയിരിക്കും. അവിടെ ഒരു ഡിസ്കവറി ലേണിംഗ് ആയിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സജസ്റ്റോപീഡിയ ആണെങ്കിൽ ഒരു ഇമാജിനേഷൻ, ഈ ഒരു എൻവയോൺമെന്റ് ഇങ്ങനെയാണെങ്കിൽ ഒരു റിലാക്സേഷൻ എൻവയോൺമെന്റിൽ ഒരു കൾച്ചർ ലേണിംഗിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ സജസ്റ്റോപീഡിയ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് മെത്തേഡ്സിന്റെ ക്ലാസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്.
അത് കൂടാതെ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിവിഷന്റെ സമയത്ത് ഞാൻ മറ്റു കുറച്ച് നോട്ട്സ് ഇങ്ങനെ ആഡ് ചെയ്ത് തരാം. നമ്മൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഓഡിയോ ലിങ്കൽ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ് ഈ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ബൈലിംഗൽ അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അത്രയും കൂടി ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. ഇനി നമുക്കുള്ളത് NCF ആൻഡ് KCF ഓഫ് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. ഈ NCFും KCFും ആഡ് ചെയ്യാത്തത് നമുക്ക് NCFന്റെയും KCFന്റെയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എന്താ പറയാ, ഇത് നമുക്ക് എല്ലാം കൂടെ ഉള്ള ഒരു ഫ്രെയിം വർക്കാണ് കിട്ടുന്നത്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കും കേരള കരിക്കുലം ഫ്രെയിംവർക്കുമാണ് ഈ NCF ആൻഡ് KCF എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് മാത്രമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടെ മീൻസ് ഒരു ക്ലാസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ചും കൂടെ കൺസെപ്റ്റുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രോപ്പർ നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാത്തത്. അതായത് എനിക്ക് ആകെ ഇതിനെ കുറിച്ച് കിട്ടിയ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവര് ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ഒരു വിശദമായിട്ട് പറയുന്നുണ്ട്. ലാംഗ്വേജ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ എല്ലാം പറയുന്നുണ്ട്. അത് ലാംഗ്വേജിൽ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ടീച്ചിങ് ഷുഡ് ബി മൾട്ടിലിംഗൽ ക്ലാസ് റൂം ആസ് എ റിസോഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് പീപ്പിൾ വിത്ത് എ വെറൈറ്റി ഓഫ് ലാംഗ്വേജ്. ഒരു ഭാഷാ പഠന ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യരുത്. മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റ് ലാംഗ്വേജിലൂടെ സെറ്റ് ചെയ്യണം. അതായത് ഇഫ് എ സ്കൂൾ ഡസൻ എഡ്യൂക്കേറ്റ് ഇൻ ദ ചൈൽഡ്സ് ഹോം ലാംഗ്വേജ് അറ്റ് ഹയർ ലെവൽ, പ്രൈമറി സ്കൂൾസ് മസ്റ്റ്. ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ അവരുടെ ഹൈസ്കൂൾ പഠന കാലഘട്ടത്തിൽ അവർ മദർ ടങ് അല്ല അവരുടെ മീഡിയമായി ഉപയോഗിക്കുന്നതെങ്കിൽ, മറ്റ് ഫോറിൻ ലാംഗ്വേജുകൾ ഏതെങ്കിലും ഒരു മീഡിയമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രൈമറി ക്ലാസ്സുകളിൽ മസ്റ്റ് ആയിട്ടും അവരുടെ മദർ ടങ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വി മസ്റ്റ് റെസ്പെക്ട് ദ ചൈൽഡ് ഹോം ലാംഗ്വേജ് നമ്മൾ ആ കുട്ടിയുടെ മദർ ടങ്ങിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഒരു മൾട്ടി ലിംഗ്വൽ നേഷൻ ആയിട്ടുള്ള നമ്മൾ ഒരു 3 ലാംഗ്വേജ് ഫോർമുല വേണം അഡോപ്റ്റ് ചെയ്യാനായിട്ട്. അല്ല നമുക്കറിയാം, ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ്, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതായത് മദർ ടങ് പഠിപ്പിക്കണം, ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് പഠിപ്പിക്കണം, ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കണം. ഇപ്പൊ നമ്മുടെ നോക്കാം, നമ്മുടെ 3 ലാംഗ്വേജ് ഫോർമുല നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. മദർ ടങ് ആയിട്ടുള്ള മലയാളം ഉണ്ട്, ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി ഉണ്ട്, ദെൻ ഫോറിൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ട്. അവര് ഇത്രയുമാണ് നമ്മുടെ എന്താ പറയാ ലാംഗ്വേജിനെ പറ്റി NCFൽ പറയുന്നത്. ഇത് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് KCFും അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ രീതിക്കുള്ള മദർ ടങ് നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിക്കാണ് KCF പറയുന്നത്. അപ്പൊ ഇത്രയും വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു നോട്ട് ആയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ക്ലാസ് ഞാൻ എത്തിക്കാത്തത്. NCF വരുന്ന 2025-ലും KCF 2007-ലും ഇപ്പൊ ലേറ്റസ്റ്റ് കുറെ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്താ പറയാ, എനിക്ക് കൃത്യമായ ഒരു നോട്ട് കിട്ടുവാണെങ്കിൽ അല്ല, മാക്സിമം ഞാൻ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് റിവിഷൻ ടൈമിലേക്ക് അത് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതിൽ ഇത്രയും നേരം സംസാരിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഏതെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മള് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മൾ റിവിഷനിലേക്ക് പോവുകയാണ്. അപ്പോ നിങ്ങൾ ഒരു ഗൂഗിൾ ഫോം നമ്മൾ ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്യണം. ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അതനുസരിച്ച് റിവിഷൻ പ്ലാൻ ചെയ്യാം. കുറച്ച് കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് നല്ലതാണെന്നും അതുപോലെ അവർക്ക് എന്താ പറയാ, ഇനിയും ചില ക്വസ്റ്റ്യൻസ് വേണമെന്നും ടെസ്റ്റ് പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്നും പർട്ടിക്കുലർലി ഏത് ഏരിയ ആണ് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ബാക്കി എല്ലാവരും കൂടെ അത് ആഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് റിവിഷൻ പ്ലാൻ ആയിട്ട് ജൂൺ ഫസ്റ്റ് വീക്കിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. താങ്ക് യു. Thank you, Miss. Thank you, Miss.